ജൂൺ 10 ചൊവ്വാഴ്ചയുണ്ടായ കടുത്ത റഷ്യൻ ഡ്രോൺ ആക്രമണത്തിൽ യുക്രൈനിലെ കീവ്, ഒഡേസ നഗരങ്ങളിൽ 7 പേരെങ്കിലും മരണമടഞ്ഞതായും 13 പേർക്ക് പരിക്കേറ്റതായും കീവിലെ പുരാതന ഹോളി വിസ്റ്റം കത്തീഡ്രലിന് നാശനഷ്ടങ്ങളുണ്ടായതായും യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയെ ഉദ്ധരിച്ച് കാത്തലിക് നിയർ ഈസ്റ്റ് വെൽഫെയർ അസോസിയേഷൻ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണങ്ങളിൽ 315 റഷ്യൻ ഡ്രോണുകൾ ഉണ്ടായിരുന്നുവെന്ന് മാധ്യമം വിശദീകരിച്ചു. യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽപ്പെട്ടതും സെന്റ് സോഫിയ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നതുമായ കത്തീഡ്രലിന് സ്ഫോടനത്തിൽ കേടുപാടുകൾ സംഭവിച്ചതായി യുക്രൈനിലെ സാംസ്കാരിക മന്ത്രി മിക്കോല തെച്ചോസ്കി അറിയിച്ചു. യുക്രൈനിലും പുറത്തുമുള്ള ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒരു കത്തീഡ്രൽ ദേവാലയമാണിതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുക്രൈന് നേരെയുള്ള റഷ്യൻ ആക്രമണം സാധാരണക്കാരെ ഉൾപ്പെടെയുള്ളവരെ ഇരകളാക്കുന്നുവെന്നും ഇതുവരെ 4000-ഓളം സ്കൂളുകളും 1600-ഓളം ചികിത്സാ കേന്ദ്രങ്ങളും 2,36,000-ഓളം താമസയിടങ്ങളും റഷ്യയുടെ ആക്രമണത്തിൽ തകർക്കപ്പെടുകയോ ഭാഗികമായി തകരുകയോ ചെയ്തിട്ടുണ്ടെന്നും ഫിലാഡൽഫിയയിലുള്ള യുക്രൈൻ ഗ്രീക്ക് കത്തോലിക്ക അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത ബോറിസ് ഗുത്സിയാക് പ്രസ്താവിച്ചു. റഷ്യൻ ആക്രമണം ആരംഭിച്ചതിനു ശേഷം രാജ്യത്ത് ദേവാലയങ്ങൾ ഉൾപ്പെടെ 670 ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്ന് യുക്രൈനിലെ വിവിധ സഭകളുടെ പൊതു കൗൺസിൽ പ്രസ്താവന പുറത്തുവിട്ടിരുന്നു. വിവിധ സഭകളിൽ നിന്നുള്ള 60-ഓളം സമർപ്പിതർ റഷ്യൻ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും നിരവധി വൈദികർ അനധികൃതമായി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും സമിതി കൂട്ടിച്ചേർത്തു. ജൂൺ 1 റഷ്യയ്ക്ക് നേരെയുണ്ടായ യുക്രൈൻ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായാണ് കഴിഞ്ഞ ദിവസം 500 ഡ്രോണുകളും 20-ഓളം മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണമുണ്ടായതെന്ന് റഷ്യ അവകാശപ്പെട്ടുവെന്ന് മാധ്യമം റിപ്പോർട്ട് ചെയ്തു. യുനെസ്കോയുടെ ലോക സാംസ്കാരിക പൈതൃക പട്ടികയിൽ പറയുന്നതനുസരിച്ച് 11-ാം നൂറ്റാണ്ടിലെ ചിത്രപ്പണികൾ കാത്തുസൂക്ഷിക്കുന്ന കത്തീഡ്രലിനാണ് കഴിഞ്ഞ ദിവസത്തെ റഷ്യൻ ആക്രമണത്തിൽ കേടുപാടുകൾ ഉണ്ടായിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.